മുഅല്ലിമ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ചാണ്. നമ്മുടെ 5 ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പുണ്യവും ശ്രേഷ്ഠതയും നിറഞ്ഞ സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നത് ഇശാ നിസ്കാരം കഴിഞ്ഞു ഒന്നുറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ തുടങ്ങി. പിന്നെ സുബ്ഹി വരെ സമയമുണ്ട്. 2 റക്അത്താണ് ഏറ്റവും ചുരുങ്ങിയത്. കൂടിയാൽ റക്അത്ത് എത്രയുമാകാം. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടം നമ്മൾ പതിവായിട്ട് എത്ര റക്അത്താണോ നിസ്കരിക്കുന്നത് അത് സ്ഥിരമായിട്ട് നിർവഹിക്കുന്നതാണ്. പിന്നെ പതിവായിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ഇടക്ക് വെച്ച് നിർത്തുന്നത് കറാഹത്താണ്. തഹജ്ജുദ് നിസ്കാരത്തിൽ ഏത് സൂറത്തും ഓതാം. പക്ഷേ നമുക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൂറത്ത് ഓതി നൃത്തം ദീർഘിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എല്ലാവരും പുതച്ചു മൂടി കിടക്കുന്ന ഈ സമയത്ത് നമ്മളും അള്ളാഹുവും മാത്രം അറിയുന്ന നിസ്കാരത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, കണ്ണിന് കുളിർമയേകുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹു മറച്ചു വച്ചിരിക്കുന്നത് ഒരാൾക്കും അറിയില്ല എന്നാണ്. തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ പതിവാക്കിയാൽ ദുനിയാവിൽ കിട്ടുന്ന 15 നേട്ടങ്ങളെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. 1. ആരും ചിന്തിക്കാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത അത്ഭുത പ്രതിഫലം. 2. എല്ലാവിധ പ്രയാസങ്ങൾക്കും മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. 3. നമ്മുടെ ഏത് വലിയ ദുആക്കും പെട്ടെന്ന് ഉത്തരം ലഭിക്കും. 4. എത്ര വലിയ പാപങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും പൊറുക്കപ്പെടും. 5. എനിക്കിനി നന്നാവണം, തിന്മയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കൽബിലുള്ള അസൂയ, അഹങ്കാരം, ദേഷ്യം ഇവയെല്ലാം നീക്കണം എന്നാഗ്രഹിക്കുന്നവർ തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ മതി. 6. അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം. 7. സ്വാലിഹീങ്ങളായ മനുഷ്യരുടെ അടയാളം. 8. എത്ര വലിയ അസുഖങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും. 9. എല്ലാവിധ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാവൽ ലഭിക്കും. 10. തഹജ്ജുദ് നിസ്കരിക്കുന്നവൻ്റെ അടയാളമായി മുഖത്ത് പ്രകാശം നൽകുന്നു. 11. കൂട്ടുകാർ, കുടുംബം, ജനങ്ങൾക്കിടയിലെല്ലാം ഇഷ്ടപ്പെട്ടവനാകുന്നു. 12. ആളുകൾ കൂടിയ സ്ഥലത്ത് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ബുദ്ധിയുള്ള സംസാരം വരികയും ഇതുവഴി ജനങ്ങൾക്കിടയിൽ ഒരു വിലയും സ്വാധീനവും ലഭിക്കുകയും ചെയ്യും. 13. നമ്മൾ അറിയാത്ത വഴികളിലൂടെ കൂടുതൽ അറിവുകൾ കരസ്ഥമാക്കുന്നു. 14. ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ ഇവക്കുള്ള പരിഹാരം കൂടിയാണ്. പിന്നെ നമ്മുടെ ഭാരമെല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയവും. 15. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ അടയാളം. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ ചില അടിമകളുണ്ട്. അവർ എന്നെ ഇഷ്ടപ്പെടുന്നു, അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ എൻ്റെ മുന്നിൽ വരാൻ അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ ഞാൻ അവനെ ഓർക്കുന്നു. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോവും. അവൻ്റെ കണ്ണു നിറഞ്ഞാൽ എൻ്റെ സിംഹാസനം കുലുങ്ങിപ്പോകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാണ് ആ ചില ആളുകൾ? അള്ളാഹു പറഞ്ഞു, നബിയെ, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് 1-ാം ആകാശത്ത് നിന്ന് ഞാൻ ഭൂമിയിലേക്ക് നോക്കും. ആ സമയത്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണവർ. അവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ ഒരു നേട്ടം മാത്രം പോരെ നമുക്ക് തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ? തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് ആഖിറത്തിൽ ലഭിക്കുന്ന കുറച്ച് നേട്ടങ്ങളെക്കുറിച്ച് പറയാം. 1. ഉന്നതരായ ആളുകളുടെ പട്ടികയിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുന്നു. 2. ഖബറിൽ നിന്ന് മുഖം പ്രകാശിച്ചവനായി പുറത്തുവരും. 3.
അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ആണ്. 4. സിറാത്ത് പാലം ഇടിമിന്നൽ വേഗത്തിൽ കടക്കും. 5. ഖിയാമത്ത് നാളിൽ വലത് കൈയിൽ അവൻ്റെ കിതാബ് നൽകപ്പെടും. 6. സന്തോഷത്തോടെ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാം. 7. സ്വർണ്ണക്കുതിരപ്പുറത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം. 8. സ്വർഗത്തിൽ തിളങ്ങുന്ന കൊട്ടാരം അള്ളാഹു പണിതു വച്ചിട്ടുണ്ട്. പുറത്തു നിന്ന് നോക്കിയാൽ അകത്തേക്കും അകത്തു നിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണാൻ കഴിയുന്ന മനോഹര കൊട്ടാരം. ഇനി പറയുന്ന 2 നേട്ടങ്ങൾ തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവന് ഏറ്റവും സന്തോഷം നൽകുന്നതാണ്. 9. സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹുവിനെ കാണലാണ്. ആ അനുഗ്രഹം ലഭിക്കുന്നു. 10. സ്വർഗത്തിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അള്ളാഹു സലാം പറയും. പക്ഷേ നേരിട്ട് കണ്ടുകൊണ്ട് അള്ളാഹുവിനോട് സലാം മടക്കാനുള്ള ഭാഗ്യം തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവർക്ക് മാത്രമാണ്. എത്രയൊക്കെ നേട്ടങ്ങളാണല്ലേ തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവർക്ക്. അള്ളാഹു നമ്മളെല്ലാവരെയും തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം ആഗ്രഹിക്കുന്നവർ, അള്ളാഹുവിനെ കാണാനും അള്ളാഹുവിനോട് നേരിട്ട് സലാം മടക്കുവാനും ആഗ്രഹിക്കുന്നവർ തഹജ്ജുദ് നിസ്കാരം പതിവാക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലത് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു.